Hi friends, November 4 നടക്കുന്ന സർവേയർ ഗ്രേഡ് 2-ന്റെയും Tradesman-Survey and Technical Education സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽ സയൻസിലെ മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മെറ്റൽ എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസിന് ബിലോ ആയിട്ട് നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മെറ്റൽ എന്ന് പറയുന്നത്. മെറ്റൽ എന്ന് പറയുന്നത് ഓർഗാനിക് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, പിന്നെ ഡ്യൂറബിളും ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ മെറ്റൽ എന്ന് പറയുന്നത് ഷൈനി ആയിരിക്കും, ലസ്ട്രസും ആയിരിക്കും. ഇനി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഹാർഡ് മെറ്റൽസും ഉണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസും ഉണ്ട്. സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെയാണ് സോഫ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നൈഫ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മെറ്റൽസിനെയാണ് സോഫ്റ്റ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി മെർക്കുറി എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, പക്ഷെ അതെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി. ഇത് രണ്ട് മിക്കവാറും എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു മെറ്റൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ സ്ട്രക്ചർ ചെയ്ത് വയേഴ്സ് ആക്കി വെക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാലിബിലിറ്റി ആണ്. നമ്മളിപ്പോൾ ഒരു മെറ്റലിനെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ബീറ്റൺ ചെയ്ത് ഫ്ലാറ്റ് ഷീറ്റ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന അമോർഫസ് മെറ്റീരിയൽ ആണ്. അമോർഫസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും പറയാം. ഇതിലെന്ന് പറയുമ്പോൾ ലോങ് ആയിട്ടുള്ള റേഞ്ച് ഓർഡേഴ്സ് ഉണ്ടാവില്ല. ഇതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഓർഡറും ഇല്ലാതെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഗ്ലാസ്, സെറാമിക്സ്, ജെൽസ്, പോളിമേഴ്സ് ഒക്കെയാണ് അമോർഫസ് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെറസ് മെറ്റൽസ് ആണ്. ഫെറസ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ആ ഒരു മെറ്റലിന് അയണിന്റെ കണ്ടന്റ് ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മാഗ്നറ്റിക് ആണ്, സ്ട്രോങ് ആണ്, പിന്നെ ഹാർഡും ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റീല്, കാസ്റ്റ് അയൺ, റോട്ട് അയൺ ഒക്കെയാണ് ഫെറസ് മെറ്റൽസിന്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ഫെറസ് മെറ്റൽസ് ആണ്. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ അതിൽ അയണിന്റെ കണ്ടന്റ് ഉണ്ടാവില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അലുമിനിയം, കോപ്പർ, ബ്രാസ്, ലെഡ്, നിക്കൽ, ടിൻ, ടൈറ്റാനിയം, സിങ്ക് ഒക്കെയാണ് നോൺ ഫെറസ് മെറ്റൽസിന്റെ എക്സാമ്പിൾ. കോപ്പറിന്റെ അലോയ്സ് എന്ന് പറയുമ്പോൾ ബ്രാസും ബ്രോൺസും ഒക്കെയാണ് കോപ്പറിന്റെ അലോയ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ബ്രാസിന്റെ അലോയ്സ് എന്ന് പറയുമ്പോൾ കോപ്പറും സിങ്കും ഒക്കെയാണ് ബ്രാസിന്റെ അലോയ്സ്. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. മിക്കവാറും എക്സാംസിനൊക്കെ ഈ കോപ്പറിന്റെയും ബ്രാസിന്റെയൊക്കെ അലോയ്സ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന നോൺ മെറ്റൽസിനെ കുറിച്ചാണ്. നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്തോ നെഗറ്റീവ് അയോൺസ് ഫോം ചെയ്യുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ നോൺ മെറ്റൽസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ന് പറയുമ്പോൾ 4, 5, 6 അല്ലെങ്കിൽ 7 ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടാവും. നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഹീറ്റിനും ഇലക്ട്രിസിറ്റിക്കും ഗുഡ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ബ്രോമിൻ, കാർബൺ, സൾഫർ ഒക്കെയാണ് നോൺ മെറ്റൽസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അയൺ ഓറിനെ കുറിച്ചാണ്. അയൺ ഓർ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ് അയൺ ഓർ എന്ന് പറയുന്നത്. അതിൽ പ്രീഡോമിനന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് ആയിരിക്കും. ഇനി അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് സിലിക്ക, അലുമിന, മെഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് ഒക്കെയാണ് അയൺ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അയൺ ഓർസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 70 to 75% അയൺ കണ്ടന്റ് ഉണ്ടാവും. ഇനി ഹെമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 69 to 70% അയൺ കണ്ടന്റ് ഉണ്ടാവും. ഇനി ലിമണൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 60% അയൺ കണ്ടന്റ് ഉണ്ടാവും. പൈറേറ്റ് എന്ന് പറയുമ്പോൾ അത് 40 to 45% അയൺ കണ്ടന്റ് ഉണ്ടാവും. ഇനി സിഡറേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 40 to 48% അയൺ കണ്ടന്റ് ഉണ്ടാവും. ഈ അയൺ കണ്ടന്റിന്റെ പെർസെൻറ്റേജ് ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പിഗ് അയണിനെ കുറിച്ചാണ്. പിഗ് അയൺ എന്ന് പറയുന്നത് ക്രൂഡ് ആയിട്ടുള്ള ഒരു ഇംപ്യൂർ ഫോം ഓഫ് അയണിനെയാണ് നമ്മൾ പിഗ് അയൺ എന്ന് പറയുന്നത്. അതിൽ 90 to 95% എന്ന് പറയുന്നത് അയൺ കണ്ടന്റ് ആയിരിക്കും. ഇനി 3 to 4% എന്ന് പറയുമ്പോൾ അതിൽ കാർബൺ കണ്ടന്റ് ആയിരിക്കും. ഈ കാർബൺ കണ്ടന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പിന്നെ അതിൽ ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ സൾഫർ, മാംഗനീസ്, ഫോസ്ഫറസ് ഒക്കെയാണ് പിഗ് അയണിലുള്ള ഇമ്പ്യൂരിറ്റീസ്. പിഗ് അയൺ എന്ന് പറയുന്നത് വീക്കും ബ്രിട്ടിലും ആയിട്ടുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ പിഗ് അയൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സ്ട്രക്ചറൽ വർക്കിനൊന്നും യൂസ് ചെയ്യാറില്ല. ഇനി കാസ്റ്റ് അയണും റോട്ട് അയണും സ്റ്റീലും ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യാനുള്ള ബേസിക് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ പിഗ് അയൺ യൂസ് ചെയ്യുന്നത്. ഈ കാസ്റ്റ് അയണിലും റോട്ട് അയണിലും സ്റ്റീലിലും ഒക്കെ പിഗ് അയണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാസ്റ്റ് അയണിനെ കുറിച്ചാണ്. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് കപോള ഫർണേസിൽ
പ്രോപ്പർ ഗ്രേഡും കാർബൺ കണ്ടന്റും സെക്യൂർ ചെയ്ത് ലൈമിന്റെ പ്രസൻസിൽ പിഗ് അയണിനെ റീമെൽറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന അയണിനെയാണ് നമ്മൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. കാസ്റ്റ് അയണിൽ 2 to 4% ആയിരിക്കും അതിൽ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് മാംഗനീസും സൾഫറും ഫോസ്ഫറസും സിലിക്കണും ഒക്കെ ആയിരിക്കും കാസ്റ്റ് അയണിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രേ കാസ്റ്റ് അയൺ ആണ്. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഫ്രീ കാർബണിന്റെ പ്രസൻസ് കാരണമാണ് ഈ ഗ്രേ കാസ്റ്റ് അയണിന് ആ ഒരു ഗ്രേ കളർ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റ് അയൺ ആണ്. വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ അതിൽ ഉള്ള കാർബൺ കണ്ടന്റ് എന്ന് പറയുമ്പോൾ 1.75 to 2.3% ആയിരിക്കും വൈറ്റ് കാസ്റ്റ് അയണിലെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൊട്ടിൽഡ് കാസ്റ്റ് അയൺ ആണ്. മൊട്ടിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ ഗ്രേ കാസ്റ്റ് അയണിന്റെയും വൈറ്റ് കാസ്റ്റ് അയണിന്റെയും ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വെറൈറ്റീനെയാണ് നമ്മൾ മൊട്ടിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചിൽഡ് കാസ്റ്റ് അയൺ ആണ്. ചിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്റ്റീരിയർ പോർഷൻ എന്ന് പറയുമ്പോൾ ഹാർഡ് ആയിരിക്കും, പിന്നെ ഇന്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ചിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാലിബിൾ കാസ്റ്റ് അയൺ. മാലിബിൾ കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ മാലിബിൾ കാസ്റ്റ് അയൺ പ്രോസസ്സ് വഴി നമ്മൾ ഫോം ചെയ്തെടുക്കുന്നതിനെയാണ് മാലിബിൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ ആണ്. ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമ്മൾ മോൾട്ടൺ ആയിട്ടുള്ള ഗ്രേ കാസ്റ്റ് അയണിനെ സ്മോൾ ക്വാണ്ടിറ്റി മെഗ്നീഷ്യം ആഡ് ചെയ്ത് ഫോം ചെയ്യുന്ന കാസ്റ്റ് അയണിനെയാണ് നമ്മൾ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടഫ്ഡ് കാസ്റ്റ് അയൺ ആണ്. ടഫ്ഡ് കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ റോട്ടായിട്ടുള്ള അയൺ സ്ക്രാപ്പിന്റെ 1/4 അല്ലെങ്കിൽ 1/7 വെയിറ്റിൽ നമ്മൾ കാസ്റ്റ് അയണിനെ മെൽറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ടഫ്ഡ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോട്ട് അയണിനെ കുറിച്ചാണ്. റോട്ട് അയൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പ്യുവർ ഫോം ഓഫ് അയണിനെയാണ് നമ്മൾ റോട്ട് അയൺ എന്ന് പറയുന്നത്. അതിലുള്ള കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0.15% ആയിരിക്കും റോട്ട് അയണിലുള്ള കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ കാർബൺ കണ്ടന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റീലാണ്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.25 to 1.5% ആയിരിക്കും അതിലെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ നമ്മൾ കോമൺലി സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ബെസിമസ് പ്രോസസ് ആണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീൽ ആണ്. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.1 to 0.25% ആയിരിക്കും അതിലെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിൽ 0.25 to 0.75% കാർബൺ കണ്ടന്റ് ഉണ്ടാവും. ഇനി ഹൈ കാർബൺ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ 0.75 to 1.1% കാർബൺ കണ്ടന്റ് ഉണ്ടാവും. ഇത് ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റസ്റ്റിംഗ് അല്ലെങ്കിൽ കൊറോഷനെ കുറിച്ചാണ്. റസ്റ്റിംഗ് അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ കാരണം അയൺ അല്ലെങ്കിൽ സ്റ്റീൽ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ പുറത്ത് റെഡിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമിഡ് എയർ കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ റസ്റ്റിംഗ് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. ഇനി അയൺ അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റീരിയലിനെ നമ്മൾ റസ്റ്റിംഗിൽ നിന്ന് അല്ലെങ്കിൽ കൊറോഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യും. അതിനെക്കുറിച്ചാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എനാമലിംഗ് ആണ്. എനാമലിംഗ് എന്ന് പറയുന്നത് സർഫേസിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് ഒരു ഫ്ലക്സ് ആക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു കോട്ടിങ്ങിൽ കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ലെയർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എനാമലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗാൽവനൈസിംഗ് ആണ്. ഗാൽവനൈസിംഗ് എന്ന് പറയുന്നത് സിങ്കിന്റെ ഒരു തിൻ ഫിലിം നമ്മൾ കോട്ട് ചെയ്യുന്നതിനെയാണ് ഗാൽവനൈസിംഗ് എന്ന് പറയുന്നത്. ഇതൊരു കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, മിക്കവാറും എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടിൻ പ്ലേറ്റിംഗ് ആണ്. ടിൻ പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ ടിൻ കോട്ട് ആയിട്ടുള്ള ഒരു ഫിലിം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ടിൻ പ്ലേറ്റിംഗ് എന്ന് പറയും. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് ലെഡിന്റെ ഒരു കോട്ട് നമ്മൾ ആദ്യം കൊടുക്കും. അതിനുശേഷം നമ്മൾ എനാമൽ അല്ലെങ്കിൽ അലുമിനിയം പെയിന്റ് യൂസ് ചെയ്ത് വേറൊരു കോട്ടിങ്ങും കൂടെ ഈ ഒരു റെഡ് ലെഡിന്റെ പുറത്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.